നിങ്ങൾക്കറിയാമല്ലോ, ഈഴവൻ ജനിച്ചാൽ കമ്മ്യൂണിസ്റ്റ് അല്ലേ, അതല്ലേ പറയണത്. ക്രിസ്ത്യാനി പിഴച്ചാൽ കമ്മ്യൂണിസ്റ്റ്. നായർ തൊട്ട് നമ്പൂരി എന്ന് പറഞ്ഞ പഴയ മുദ്രാവാക്യമാണ്. ഇപ്പോൾ ഞങ്ങളുടെ മുദ്രാവാക്യം നായർ തൊട്ട് നസ്രാണി വരെയുള്ളവർ യോജിച്ച് നിൽക്കേണ്ടത് കേരളത്തിന് അനിവാര്യമാണ്. അയ്യപ്പനെങ്ങനെ രക്ഷപ്പെടട്ടെ, അങ്ങനെ കേരളം രക്ഷപ്പെട്ടെ, കേരളത്തിലുള്ള അമ്പലങ്ങൾ രക്ഷപ്പെട്ടെ. ഇത് എല്ലാത്തിനും ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ ഇടതുപക്ഷം എന്തുകൊണ്ടൊന്നുമല്ല അതിനെല്ലാം എതിർക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു മര്യാദ. അതാണ് കേരളം നന്നാകത്തതിൻ്റെ പ്രധാന കാരണം. സതീശൻ 100 സീറ്റിലധികം നേടിയില്ല എങ്കിൽ വനവാസത്തിന്, രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നൊക്കെയാണ് പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. 100 സീറ്റൊക്കെ മേടിച്ച് കളയുന്ന പുള്ളി പറയാൻ, പുള്ളിയുടെ നാവാണ് തന്നെയാണ് പുള്ളിയുടെ ശത്രു, കോൺഗ്രസിൻ്റെ ശത്രു. വി.ഡി. സതീശൻ ഒരു മാന്യനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതായത് പ്രതിപക്ഷ നേതാവായി വരുന്നതിന് തൊട്ട് മുമ്പ് വരെ നല്ല മാന്യനായിരുന്നു. അദ്ദേഹമായിട്ട് നല്ല ടൈംസ് ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ആരും ആണെന്ന് ഒരു തോന്നൽ. എപ്പോഴും ന്യൂനപക്ഷ പ്രീണനമാണ് ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPM കൊണ്ട് നടക്കുന്നൊരു ആക്ഷേപം. ഇപ്പോൾ ഈ നിയമസഭാ സമയത്ത്, തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രത്യേകമായൊരു ന്യൂനപക്ഷ പ്രീണനമുണ്ടോ? കഴിഞ്ഞ പോലെ ഇല്ലല്ലോ. കാരണം അവർ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളിലേക്ക് ഒരുപാട് താലോലിച്ച്, ഇങ്ങനെ കാന്തപുരത്തിൻ്റെ എന്നൊക്കെ ഒരുപാട് താലോലിച്ച്. പക്ഷെ വോട്ടിങ് വന്നപ്പോൾ കിട്ടിയോ? ഒരുപാട് സമ്മേളനങ്ങളൊക്കെ നടത്തില്ല കേരളത്തിൽ, അങ്ങോളം ഇങ്ങോളം. റിസൾട്ട് എന്തായിരുന്നു? 0 ആയിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാം അതിനുമാത്രം വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന് ഇടതുപക്ഷത്തിന് ഇപ്പോൾ കുറേയെല്ലാം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പഴയതുപോലുള്ള ഒരു ന്യൂനപക്ഷ പ്രീണനമോ അവർക്ക് അനുകൂലമായി എല്ലാം പറയുകയും കൊടുക്കുകയും ചെയ്യുന്നതിൽ ചെറിയൊരു നിയന്ത്രണവും ആലോചനയും ഇടതുപക്ഷത്തിനുണ്ടായി എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അതെനിക്കും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തെളിവാണോ ഈ അയ്യപ്പ സംഗമമായിട്ടൊക്കെ സർക്കാർ മുന്നോട്ട് പോകുന്നത്? അത് രണ്ടും രണ്ടാണ്. അയ്യപ്പ സംഗമത്തിന് നിങ്ങൾ വെറുതെ ഈ പാവം പിടിച്ച അയ്യപ്പനെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അയ്യപ്പനെങ്ങനെ രക്ഷപ്പെടട്ടെ, അങ്ങനെ കേരളം രക്ഷപ്പെട്ടെ, കേരളത്തിലുള്ള അമ്പലങ്ങൾ രക്ഷപ്പെട്ടെ. ഇത് എല്ലാത്തിനും ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ ഇടതുപക്ഷം എന്തുകൊണ്ടൊന്നുമല്ല അതിനെല്ലാം എതിർക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു മര്യാദ. അതാണ് കേരളം നന്നാകത്തതിൻ്റെ പ്രധാന കാരണം. നിങ്ങളൊന്ന് ആലോചിക്കുക, 1200ഓളം ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളത്. ഇതിൽ സ്വയം പര്യാപ്തതയിലുള്ള ക്ഷേത്രങ്ങൾ എത്രയുണ്ട്? ശബരിമല അയ്യപ്പൻ ഇല്ലാഞ്ഞെങ്കിൽ ഇതെല്ലാം കീട്ടിപ്പൊട്ടി ഇടിഞ്ഞു പൊളിയാനാണ്. അയ്യപ്പൻ്റെ കാശ് കൊണ്ടല്ലേ 1000-ന് മേൽ ക്ഷേത്രങ്ങൾ നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഇനിയും അയ്യപ്പൻ്റെ വരുമാനം വർദ്ധിച്ചാൽ ഈ 1000 എന്നല്ല, ഇനിയും ഈ പറയുന്ന ക്ഷേത്രങ്ങളും പലതും നന്നാകാനും ഉടരാനും സാധിക്കും. അയ്യപ്പൻ്റെ പണം വേണം. അയ്യപ്പൻ്റെ പണം വേണമെങ്കിൽ അയ്യപ്പ ഭക്തരിവിടെ വരണം. അതിന് ഇപ്പോൾ വന്നത് ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ ഉള്ള കുറേ ആളുകൾ അവിടെ വരുന്നത്. അത് മാറി ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തു നിന്നെല്ലാം അയ്യപ്പ ഭക്തന്മാരുണ്ട്. അവരെല്ലാം വരുത്തി ഒരു സംഗമം നടത്തി അവരെല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്ന് അതിലൂടെ ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പണം സമ്പാദിക്കാൻ സാധിച്ചാൽ അതിൻ്റെ ഗുണം കേരളത്തിന് എന്തുമാത്രം സാമ്പത്തിക വളർച്ച ഗവൺമെൻറ് ഉണ്ടാവും. ഈ അയ്യപ്പനെ കാണാൻ വരുന്ന ആളുകൾ മാല മേടിക്കുന്നവരുണ്ട്, സാമ്പ്രാണി മേടിക്കുന്നവരുണ്ട്, തോർത്ത് മേടിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല ഉൽപ്പന്നങ്ങളും ഈ വരുന്ന വണ്ടിക്കാരെല്ലാം സെയിൽ ടാക്സായിട്ടും GST ആയിട്ടും എന്തുമാത്രം രൂപയാണ് കേരളത്തിൽ കൊടുക്കേണ്ടി വരുന്നത്. ഇങ്ങനെ ഒരുപാട് സമ്പത്ത് പല വിധത്തിൽ കേരളത്തിലേക്ക് കുന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി ഇന്നത്തെ ഗവൺമെൻറ് തയ്യാറായി. അത് പല ഹിന്ദു സംഘടനകളും അഹമിഹയായി എതിർത്തുന്നവർ പോലും അതിനോട് സഹായിക്കാനും തയ്യാറായി വരുമ്പോൾ അതിനിട്ട് പാരവെക്കാൻ ശ്രമിക്കുന്നത് അയ്യപ്പനിട്ട് പാരവെക്കുന്നതിന് തുല്യമാണ്. ഏതായാലും ഇനി അയ്യപ്പൻ്റെ അവിടെ ഒരു വിവാദ ഭൂമി ആക്കാതെ നമുക്ക് എല്ലാം അയ്യപ്പ ഭക്തരായി നിന്നുകൊണ്ട് ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടും ഇവിടെയുള്ള ക്ഷേത്രങ്ങളെ പുനരുദ്ധരിച്ച് വലുതാക്കിയെടുക്കാനും ഉയർത്താനും സാധിക്കുന്ന നിലയിലേക്ക് ചിന്തിക്കുന്നതായിരിക്കും വർത്തമാനകാലത്ത് നല്ലത്. പക്ഷേ അതൊക്കെ നല്ലതാണ്. കാരണം നല്ല ആശയമാണ്. സർക്കാർ ഈ വരുമാനം, അതായത് ലോകം മുഴുവനുമുള്ള അയ്യപ്പ ഭക്തർ ഒരുമിച്ച് വരട്ടെ എന്ന രീതിയിലൊരു അയ്യപ്പ സംഘമൊക്കെ കൊണ്ടുവരുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വേണമോ എന്നൊരു ചിന്തയാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പല്ല, ഇപ്പോഴും ഇത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുള്ളതല്ല,
ഇപ്പോഴാണ് അതിനൊരു സന്ദർഭം വന്നത്. അപ്പോൾ ചെയ്തപ്പോൾ ഇപ്പോൾ എപ്പോൾ ചെയ്തു എന്നുള്ളതല്ല, എന്ത് ചെയ്തു എന്ന് നോക്കിയാൽ പോരെ. അതല്ല പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത അച്ഛ തൊട്ടതെല്ലാം കുറ്റം. എപ്പോൾ ചെയ്തതിനാണ് കുഴപ്പം. നേരത്തെ ചെയ്താൽ നിങ്ങൾ എന്തിനാണ് നേരത്തെ ചെയ്യാൻ പോയെന്ന് പറയും. ഇപ്പം ചെയ്യാൻ പോയാൽ എന്താ ഈ പോലീസ് സ്റ്റേഷനിൽ കാല് വെച്ച് കയറുന്ന പ്രതികളോട് കാണിക്കുന്ന പോലെ കാണിക്കുന്നത്. വലത് കാലിൽ വെച്ച് കഴിഞ്ഞാൽ നീ പൊറുക്കാൻ പോകണമെന്ന് പറഞ്ഞിടി, ഇടത് കാലിൽ വെച്ച് പോയാൽ നീ ഇവിടെ പോകാനാണെന്ന് പറഞ്ഞിടി. ഇങ്ങനെ ചെയ്യരുത്. പക്ഷേ ഇപ്പോഴും ഈ അയ്യപ്പ സംഗമത്തെ BJPയും UDF ഒന്നും വലിയ രീതിയിൽ സ്വീകരിക്കുന്നില്ലല്ലോ. അത് അവർ സ്വീകരിക്കില്ലല്ലോ. അത് രാഷ്ട്രീയമാണ്, തികച്ചും രാഷ്ട്രീയമാണ്. എന്തുകൊണ്ട് അത് സ്വീകരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരാൾ പറഞ്ഞ UDF കൺവീനർ, UDF എന്ന് പറഞ്ഞാൽ ആരാണ് UDF-നകത്തുള്ളത്? ക്രിസ്ത്യൻ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യമുള്ള സംഘടനകൾ പ്രധാനമുള്ള പാർട്ടികളല്ല UDF. അതിനകത്ത് UDF-നകത്ത് ആകെ ഹിന്ദു പ്രാതിനിധ്യം കോൺഗ്രസ്സിനാണ്. ആ കോൺഗ്രസ്സിനകത്ത് അതിനകത്ത് വലിയ വിലയുണ്ട്. ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമന്മാരായി അതിനകത്ത് നിൽക്കുന്ന ഗതികേടല്ലേ കോൺഗ്രസ്സിന് അതിനകത്തുള്ളത്. കോൺഗ്രസ് എവിടെ അതിനകത്ത് ഉണ്ടോ? UDF കൺവീനർ പിന്നെ ഒരു അങ്ങനെ സമുദായത്തെയാണല്ലോ പ്രതിനിധാനം ചെയ്യുന്നത്. ഏത് സമുദായത്തെ? UDF കൺവീനർ അടൂർ പ്രകാശ്. അടൂർ പ്രകാശിനെ ഈഴവനെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് പുള്ളീനെ കൊണ്ടുപോയി ഒരു മൂലക്ക് ഒരു ബിംബമായിട്ട് ഇരുത്തിയിട്ടുണ്ട്. എന്തധികാരം? ശരിക്കും KPCC അധ്യക്ഷനും വലിയ അധികാരമില്ലെന്നാണോ പറയുന്നത്? ശരിക്കും അവിടെ അപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരെന്ന് അങ്ങ് വിലയിരുത്തുന്നത്? KP അധ്യക്ഷനായിരുന്നവർ ഇവർ ഒതുക്കിയില്ലേ? ഇതിനകത്ത് ഇത്രയും ജാതി കാണിക്കുന്ന സംഘടന ഈ കോൺഗ്രസ് പോലെ എവിടെയുണ്ട്? അവിടെ കണ്ണൂരുകാരനൊരാളുണ്ടായിരുന്നില്ല KPCC. അകാലത്ത് അദ്ദേഹത്തെ പറഞ്ഞയച്ചില്ലേ? VD സതീശനുമായിട്ട് വലിയ രീതിയിൽ നേർക്കുനേരൊക്കെ വന്നല്ലോ. VD സതീശൻ 100 സീറ്റിലധികം നേടിയില്ല എങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നൊക്കെയാണ് പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. 100 സീറ്റൊക്കെ മേടിച്ച് കളയുന്ന പുള്ളി പറയാൻ, പുള്ളിയുടെ നാവാണ് തന്നെയാണ് പുള്ളിയുടെ ശത്രു, കോൺഗ്രസിൻ്റെ ശത്രു. അങ്ങെന്തുകൊണ്ടാണ് ഈ VD സതീശനുമായിട്ട് ഈ രീതിയിലൊരു ഒരു സ്വരചേർച്ചയില്ലായ്മ, പരസ്യമാരെ ഏറ്റുമുട്ടൽ എന്തുകൊണ്ടാണ് വന്നത്? VD സതീശൻ ഒരു മാന്യനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതായത് പ്രതിപക്ഷ നേതാവായി വരുന്നതിന് തൊട്ട് മുമ്പ് വരെ നല്ല മാന്യനായിരുന്നു. അദ്ദേഹമായിട്ട് നല്ല ടൈപ്സ് ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ആരും ആണെന്ന് ഒരു തോന്നല്. ഇല്ല, അങ്ങയുമായി തെറ്റാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? കാരണം തെറ്റാനുണ്ടായിരുന്ന കാര്യം എന്നെ ചൊറിയാൻ തുടങ്ങിയാൽ ഞാനും ചൊറിയല്ലേ. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോ പണി എനിക്ക് ഇട്ട് വെക്കും. പണി വെക്കുമ്പോൾ ഞാനും പണി വെക്കും. എന്തിനാ പണി ചെയ്യാൻ പോണേ? ഞാൻ രാഷ്ട്രീയം നോക്കിയാൽ പോരെ. പുള്ളി പണി വെക്കാത്താരും സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർക്ക് പണി വെക്കല്ലേ. KPCC പ്രസിഡന്റ് എന്ത് പറഞ്ഞോ അപ്പോൾ അതിനെതിരായിട്ട് ഉടനെ പ്രതിപക്ഷ നേതാവ് പറയുക. കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നശിപ്പിക്കാൻ ഒരു കുലം കൊത്തിയായിട്ടാണ് ഇദ്ദേഹം നിൽക്കുന്നത്. എന്തു ചെയ്യും? ഇങ്ങനെ ആരും കൊണ്ടുണ്ടാ. മാത്രമല്ല ഇങ്ങനെ വിരലുകൊണ്ട് തന്തയുടെ പ്രായമുള്ള ആളിനെ പോലും ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു നേതാവ് നമ്മൾ ഒരുപാട് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരനും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പെരുമാറുന്ന ആരങ്ങളുണ്ട്. ഇതൊക്കെ കാണിക്കുമ്പോൾ, ഈ പെരുമാറ്റം കാണിക്കുമ്പോൾ ഇദ്ദേഹം ഏതാണ്ട് ദൈവപുത്രനായിട്ട് ആളുകൾ കണക്കാക്കുന്നതാണ്. ഇദ്ദേഹം സമൂഹത്തിലും സമുദായത്തിലും കോൺഗ്രസ്സിലും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള നേര്. ഇത് പറഞ്ഞു കൊടുക്കാനകത്ത് ആരുമില്ലാതെ പോയി നമ്മളെന്ത് ചെയ്യാനാ? ഒന്നാമത് ഇങ്ങനെ കാണിക്കുന്ന കോക്കരായങ്ങളൊന്നും TV ഉണ്ടെങ്കിൽ അതൊന്ന് TV ഇട്ടൊന്ന് കാണുകയും ചെയ്യണം. എപ്പോഴും വിനയമാണ് നല്ലത്. കരുണാകരൻ സാറിനെ കണ്ടു, മാണി സാറിനെ കണ്ടു, നമുക്ക് ഇവരെല്ലാം വിനയത്തിൻ്റെ പര്യായമായിരുന്നു. അവരൊന്നും അഹങ്കാരത്തിൻ്റെ ഒരു ഭാഷ പറയുക. ഇത് അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി ഇദ്ദേഹം മാറി. അങ്ങനെ അഹങ്കാരത്തിൻ്റെ ആൾരൂപമായ ആളുകൾ എവിടെ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് ഇപ്പോഴേ ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. എവിടെ ആകാനാണ്? ഇവിടെ 3-4 പേരാണ് ഉടുപ്പിട്ട് നടക്കുന്നത്. രമേശ് ചെന്നിത്തല എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സാധ്യതയുണ്ടോ? അല്ല, എനിക്ക് സാധ്യതയെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഒന്നിനും സാധ്യതയില്ല. ഞാനും പറഞ്ഞു ഇടതുപക്ഷം 3-ാം പഴയ ഇനിയും വരും. കാരണം ഇവർ തമ്മിലുള്ള അടി അത്ര മുത്തിരിക്കുകയല്ലേ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലും ഉണ്ടായ ആരോപണങ്ങൾ, അതിലൊന്നും കൃത്യമായൊരു നിലപാടെടുക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതെ, ഈ കോൺഗ്രസ് അല്ലേ ഇത്? കോൺഗ്രസിനകത്ത് എന്ത് നിലപാട് ആരും എടുത്തിട്ടുണ്ട്? മാങ്കൂട്ടത്തിന് ആദ്യം എല്ലാം കൂടെ നടന്ന് അയാളുടെ സ്വഭാവ ദോഷത്തെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്, കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അവരും ഇവിടുത്തെ പുണ്യവാളനാക്കാൻ ഇപ്പോൾ ആൾ നടക്കുകയല്ലേ. എങ്ങനെ കോൺഗ്രസ് അല്ല? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നടത്തിയ വലിയൊരു പാർട്ടിയാണ്. അതിൻ്റെ ഗതികേട് കേരളത്തിൽ നോക്ക്. അവർക്ക് എന്ത് പ്രസക്തി വിടാം? ഒരു കോൺഗ്രസിനകത്ത് തന്നെ ഒരാളെ ചേർക്കണമെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് നിന്ന് ചോദിച്ചിട്ടല്ലേ ചേർക്കണത്. ഇവിടെ കോൺഗ്രസ്സിന് എവിടെ ആൾ? കിഴക്കോട്ട് പോയാൽ കോൺഗ്രസ്സിലുള്ളതെല്ലാം ക്രിസ്ത്യാനികളെല്ലാം കേരള കോൺഗ്രസ്.
വടക്കോട്ട് പോയെല്ലാം മുസ്ലിം ലീഗ്. ഇവർക്ക് എവിടെയാണ് കോൺഗ്രസിനകത്ത്? പിന്നെ ഈ നടുക്കട്ടം കൊണ്ടുവന്ന മുഴുവൻ BJP. കോൺഗ്രസ് എവിടെ? കോൺഗ്രസ് ഒറ്റക്ക് കണക്കാൻ വല്ല ഗതിയുണ്ടോ? ഊന്നുവടി ഇല്ലാതെ നടക്കാനൊക്കെ മുസ്ലിം ലീഗിൻ്റെ ഊന്നുവടി ഇല്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാനും നടക്കാനും ഒക്കത്തില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗ് ചാടിക്കളിക്കടാ കുഞ്ഞുരാമ എന്ന് പറയുമ്പോൾ കുഞ്ഞുരാമനായിട്ട് കളിക്കണം. അതുകൊണ്ടാണല്ലോ എന്നോട് ഇവർക്കൊക്കെ ഇഷ്ടമാണപ്പാ. പക്ഷെ എന്നെ കുത്തുന്നതിനാലെയാ മലപ്പുറത്ത് സന്തോഷിപ്പിക്കാനാണ്. പൊതുവെ ഇടതുമുന്നണിയിൽ കേൾക്കുന്നത് ഇനി ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരുപക്ഷെ പിണറായി വിജയന് ശേഷം പാർട്ടിയെ മുന്നണിയൊക്കെ നയിക്കുക എന്ന് പറയുമ്പോൾ പലരുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ മുഹമ്മദ് റിയാസിൻ്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി, ന്യൂനപക്ഷത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി, അതായത് മുസ്ലിം സമുദായത്തിൽ നിന്ന് മുഖ്യമന്ത്രി എന്ന് പറയുന്ന കേരളം എല്ലാ കാലവും ആഗ്രഹിക്കുന്നതാണ്, ആ സമുദായം പ്രത്യേകിച്ച്. അപ്പോൾ അതിനുള്ളൊരു വഴി കൂടി മുഹമ്മദ് റിയാസിലൂടെ തെളിയാൻ വേണ്ടി മുഖ്യമന്ത്രി ഒരു ശ്രമം നടത്തുന്നു, മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഒരു ശ്രമം നടത്തുന്നു. വെള്ളാപ്പള്ളി നടേശൻ SNDP വഴി വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പിന്തുണ കൂടി, ആ ഒരു സമുദായത്തിൻ്റെ പിന്തുണ കൂടി ചേർക്കാനും മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഈ കാണുമ്പോൾ വേദിയിലൊക്കെ വെള്ളാപ്പള്ളി നടേശനെ പിണറായി എങ്ങനെ വാദോരാതെ പുകഴ്ത്തുന്നു. ആ രീതിയിൽ ചില ഗോസിപ്പുകളോ അല്ലെങ്കിൽ അങ്ങനെ ചില ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ അല്ലെങ്കിൽ ചില പരിഹാസങ്ങളും ട്രോളുകളും ഒക്കെ ആയിട്ട് പല രീതിയിലൊക്കെ പല ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ടല്ലോ. അല്ല, അത് അങ്ങേറ്റം തെറ്റായ പറയുകയാണ്. മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ മരുമകനാണ്. എന്നാൽ തന്നെ അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു ആലോചന ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ ഈ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ ആളിനെ നേരിട്ട് പോലും അങ്ങും സംസാരിച്ചിട്ട് ഒരു വേദിയിൽ പോലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം മിടുക്കനാണ്, കരുത്തനാണ്. പക്ഷേ പിണറായിക്ക് ശേഷം ഒരു മുഖ്യമന്ത്രിയാകാനുള്ള മെയ്വഴക്കമോ അതനുസരിച്ചിട്ടുള്ള പാർട്ടി പിന്മലയോ അതെല്ലാം അദ്ദേഹത്തിനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പിണറായി ഇപ്പോൾ അടുത്തൊന്നും തുടങ്ങിയാൽ ഇപ്പോൾ എന്താ നിങ്ങളെല്ലാം പിണറായി ഇതിനാല് തീർന്നെന്നാണ് വിചാരം? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ല, ഏത് വ്യക്തിയായാലും അല്ല ഏത് പ്രതിഭാസമായാലും എന്തെങ്കിലും ഒരിക്കൽ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. അപ്പോൾ നമുക്ക് ആലോചിച്ച പോലെ ഇപ്പോൾ മാന ഇടിഞ്ഞു വീഴാൻ പോകണമെന്ന് പറഞ്ഞ് ഇപ്പോഴേ മുട്ടും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. പിണറായി ജീവിച്ചിരിപ്പുണ്ടല്ലോ. പിണറായി ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ മറ്റൊരാളെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പറഞ്ഞ് ഒരു ട്വിസ്റ്റിങ്ങോ അല്ലെങ്കിൽ പറഞ്ഞ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് അത് നാളെ വിഷയമാക്കാനോ ഒന്നും നോക്കാതെ പിണറായി നല്ല മിടുക്കനായിട്ട് നല്ല ചക്കക്കുരു പോലെ ഇരിക്കുന്നു. പലപ്പോഴും കേൾക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് മന്ത്രിസഭയിൽ പോലും ഒരു അധിനിവേശം അല്ലെങ്കിൽ ഒരു അപ്രമാദിത്വം മുഹമ്മദ് റിയാസ് കാണിക്കുന്നു, മറ്റു മന്ത്രിമാർക്ക് അതിൽ അമർഷമുണ്ട്, നീരസമുണ്ട് എന്ന രീതിയിൽ നിരവധി ഞാനത് കേട്ടിട്ടുണ്ട്. അതൊക്കെ അവർ തിരുത്തുന്നത് നല്ലതാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പലരും പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. ശരിയോ തെറ്റോ എനിക്കറിയില്ല. അത് ശരിയായാലും തെറ്റായാലും അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് തിരുത്തുന്നത് റിയാസിൻ്റെ ഭാവിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് നന്നായിരിക്കും. SNDPയിലപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു, സമുദായത്തിൽ അങ്ങേക്ക് ഈ സ്വന്തം സമുദായത്തെ മുന്നോട്ട് വരുന്നതിലും സമുദായത്തിലുള്ളവർ പോലും കല്ലുകടിയുമായി രംഗത്തുണ്ട് എന്ന് പറയുന്നു. ഈ മറുഭാഗത്ത് ഹൈന്ദവ സമുദായത്തെ മുറ്റും നോക്കുമ്പോൾ NSS നായർ മുതൽ നമ്പൂതിരി വരെയുള്ള ഒരു ഐക്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഐക്യം അല്ലെങ്കിൽ പ്രായോഗികമാണോ? പ്രായോഗികമാകുന്നത് നല്ലതാണ്. നായർ തൊട്ട് നമ്പൂതിരി വരെ അല്ല, നായർ തൊട്ട് നസ്രാണി വരെ യോജിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ കാലഘട്ടത്തിൻ്റെ ഉൾവിളി അതാണ്. നായർ തൊട്ട് നമ്പൂതിരി എന്ന് പറഞ്ഞ പഴയ മുദ്രാവാക്യമാണ്. ഇപ്പോൾ ഞങ്ങളുടെ മുദ്രാവാക്യം നായർ തൊട്ട് നസ്രാണി വരെയുള്ളവർ യോജിച്ച് നിൽക്കേണ്ടത് കേരളത്തിന് അനിവാര്യമാണ്. അത് ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അനിവാര്യമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കണം. അവർക്ക് നസ്രാണികൾക്ക് പോലും ഇന്ന് ഈ രാജ്യത്ത് രക്ഷയില്ലാത്ത നിലയിലേക്ക് മറ്റുള്ള ഉപദ്രവങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത് അവർക്കറിയാം. നീക്കറിയാം, ലോകത്തുള്ള യുദ്ധം തന്നെ ആരൊക്കെ തമ്മിലാണ്? രണ്ട് കൂട്ടർ തമ്മിലാണ്, ക്രിസ്ത്യാനിയും മുസ്ലിം തമ്മിൽ. ആ യുദ്ധത്തിൻ്റെ പ്രതിഫലനങ്ങൾ പലതും അവരിൽ കാണുന്നുണ്ട്, അവരനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഈ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സംസ്കാരം എന്ന് പറയുന്നത് അവരെല്ലാം പരസ്യമായി പറഞ്ഞു നടക്കാറില്ല. അവരവരുടേതായ സംസ്കാരത്തിനും പ്രവർത്തനത്തിനും അവർക്ക് പറയാനും പ്രവർത്തിക്കാനും അവർ പള്ളി സംവിധാനങ്ങളുണ്ട്. അവരുടെ ആ വഴിയെ അവരുടെ അനുയായിക്ക് ആ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അവരുമായിട്ട് പല ആളുകളുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അവർക്ക് വളരെ ആഗ്രഹമുണ്ടെങ്കിലും അത് പ്രായോഗിക തലത്തിൽ വരുത്തുന്നതിനുള്ള ചർച്ചകളും സംവാദങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക. പക്ഷേ ഈ രാജ്യത്ത് അനിവാര്യമാണ്. കാരണം മറ്റുള്ളവരുടെ കടന്നുകയറ്റം,
മാത്രമല്ല എന്തും ആരോടും ആകാമെന്നുള്ള ദാർഢ്യം, മണിപ്പവറും മസിപ്പവറും മാൻ പവറും ഉണ്ടെന്നൊരു തോന്നൽ, ഈ രാജ്യം ഭരിക്കണമെങ്കിൽ ഞങ്ങളില്ലെങ്കിൽ നടക്കില്ലെന്ന് ഞാനെന്ന ഭാവം, ഇത് നല്ലതാണോ? ഇത്രയും സമയം ഈ ഓണനാളിൽ, ഈ ചതയ നാളിൽ അമൃത ടി വിയോട് അങ്ങയുടെ ഓണവിശേഷങ്ങളും മറ്റ് രാഷ്ട്രീയ വിശേഷങ്ങളുമൊക്കെ പങ്കുവച്ചതിന് നന്ദി. നമസ്കാരം.